ഡിജിറ്റൽ ലോകത്ത് വീണ്ടും ചരിത്രം കുറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റഗ്രാമിൽ 105 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ലോകത്തെ ആദ്യ രാഷ്ട്രീയ നേതാവായി നരേന്ദ്രമോദി മാറി. രണ്ടാം സ്ഥാനത്തുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് മോദിയുടെ ഡിജിറ്റൽ സാന്നിധ്യം. 4.4 കോടി ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് മാത്രമാണ് ട്രംപിനുള്ളത്. ലോക നേതാക്കളെ ബഹുദൂരം പിന്നിലാക്കി ഇൻസ്റ്റഗ്രാമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പവർ ഷോ. ഇൻസ്റ്റാഗ്രാമിൽ 105 മില്യൺ ഫോളോവേഴ്സുമായി ചരിത്രം കുറിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. സൂപ്പർ പവർ ലീഡേഴ്സായ ട്രംപിനെയും ലുല ഡി സിൽവയെയും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള രാഷ്ട്രീയ നേതാവായി മോദി മാറിയത്. ചുരുക്കി പറഞ്ഞാൽ ഇൻസ്റ്റയിൽ മോദിക്കൊപ്പം നിൽക്കാൻ വേറൊരു ലോക നേതാവില്ല. ബോറിംഗ് ആയ പ്രസ് റിലീസുകളോ പ്രസംഗങ്ങളോ ഇല്ല. ഹൈ പ്രൊഡക്ഷൻ വിഷ്വൽസ്, റീൽസ്, ക്രിസ്പായ എഡിറ്റിംഗ്, ട്രെൻഡിംഗ് BGM ഇതാണ് ഇൻസ്റ്റയിലെ പുതിയ ജെൻസി ട്രെൻഡ്. അത് കൃത്യമായി മോദി ഫോളോ ചെയ്യുന്നു. ഒരു വശത്ത് സൂപ്പർ പവർ രാജ്യങ്ങളിലെ പ്രമുഖർക്കൊപ്പമുള്ള ഗെറ്റ് ടുഗദറുകൾ, മറുവശത്ത് പരീക്ഷാ പേ ചർച്ചയിൽ കുട്ടികൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന നാടൻ അങ്കിൾ വൈബ്, വിദേശ സന്ദർശനങ്ങളിലെ അണിയറ ദൃശ്യങ്ങൾ, സാംസ്കാരിക വേഷങ്ങൾ, ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യുന്നത്, ചെറുപ്പക്കാരെ കയ്യിലെടുക്കുന്ന കാഷ്വൽ ടോക്കുകൾ, വെറൈറ്റി ക്യാമറ ആംഗിളുകൾ, ഇതെല്ലാം ചേർന്ന് പക്ക എൻഫോർടൈൻമെന്റ് പാക്കേജാണ് ഈ അക്കൗണ്ട്. അന്താരാഷ്ട്ര ഉച്ചകോടികൾക്കിടയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കൊപ്പമുള്ള ആ വ്ലോഗ് ടൈപ്പ് റീൽ ഓർമ്മയില്ലേ? ഹായ് ഫ്രം ദ മെലോഡി ടീം എന്ന് പറഞ്ഞു വന്നിറങ്ങിയ ഒറ്റ വീഡിയോ മില്യൺസ് വ്യൂസാണ് വാരിക്കൂട്ടിയത്. അന്താരാഷ്ട്ര നയതന്ത്രത്തെ പോലും വളരെ കൂളായി വൈറൽ സോഷ്യൽ മീഡിയ കണ്ടന്റ് ആക്കി മാറ്റാൻ മോദിക്ക് കഴിയുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഇത്. ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം, ടെക് ഇൻഫ്ലുവൻസേഴ്സിനൊപ്പം, ഗെയിമേഴ്സിനൊപ്പം ഒക്കെ സംസാരിക്കുന്ന വീഡിയോസ്, സാധാരണ രാഷ്ട്രീയക്കാർ പോകാത്ത സ്പേസുകളിലേക്ക് കയറിച്ചെന്ന് ചെറുപ്പക്കാരോട് ഐ എം വൺ എമംഗ് യു എന്ന് പറയുന്ന പോപ്പ് കൾച്ചർ സ്ട്രാറ്റജിയാണ് ഇതിന്റെ പ്രധാന ഇന്ധനം. ഡിജിറ്റൽ യുഗത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പരമ്പരാഗത രാഷ്ട്രീയ ശൈലികൾ പോരാ എന്ന് കൃത്യമായി മനസ്സിലാക്കിയ നേതാവാണ് മോദി. ഇലക്ഷൻ പ്രചാരണങ്ങൾക്കപ്പുറം ജനങ്ങളുടെ ഫോൺ സ്ക്രീനുകളിൽ ദിവസവും പ്രസന്റ് ആയിരിക്കുക എന്ന ആർട്ട് അദ്ദേഹം മനസ്സിലാക്കി. 2014 ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയതു മുതൽ ഡിജിറ്റൽ സാന്നിധ്യം ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം.